ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്കിന്ന് ഒരു ചിക്കൻ കൊണ്ട് ഒരു ചിക്കൻ പെരട്ടുണ്ടാക്കിയാലോ? അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 സവാള കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 തക്കാളി, 3 ചെറിയ പച്ചമുളക്, മല്ലിയില, പുതിനയില, കരിവേപ്പില, പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇത് നമുക്ക് ചതച്ചെടുക്കേണ്ടതാണ്. പിന്നെ ചിക്കൻ മസാല ഒരു 1.5 സ്പൂണുണ്ട്. ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി, ഇത് 1.5 സ്പൂണ് പിന്നെ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചെറിയ ചൂടിൽ തന്നെ നമുക്ക് എന്താക്കാം, ഈ മസാലപ്പൊടികളെല്ലാം ഒന്ന് വറുത്തെടുക്കാം. എല്ലാം ഒരുമിച്ചിടുന്നതാണ്. അപ്പം നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചൂട് തന്നെ ചിക്കൻ ഇട്ട് നല്ലപോലെ വഴറ്റി ഇത് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി ഇത് യോജിപ്പിച്ച് വെക്കാം. നമുക്ക് ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് തന്നെ മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് വലിയുള്ളി ഒന്ന് നല്ലപോലെ മുരിച്ചെടുക്കണം. അത് നമുക്കൊന്ന് മുരിച്ചെടുക്കാം. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഉള്ളിയെല്ലാം നന്നായി ഒരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഒരു സ്പെഷ്യൽ ചിക്കൻ പെരട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ ലാസ്റ്റ് കാണിച്ചത്. എന്താ ചേർക്കുന്നതിന് ഉള്ളി കരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി എല്ലാം ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തക്കാളി അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആവണ്ട, എന്നാലും ഒന്ന് ചതച്ച് ഇട്ടതാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം ചേർക്കാം. തക്കാളിയുടെ പച്ച മണം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചാറും ആ പാത്രമൊക്കെ കഴുകിയ ഇത്തിരി വളരെ കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് നല്ലപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതിലെല്ലാം ചേർക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. കൂട്ടുകാരെ എൻ്റെ പാചകം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ കൂട്ടുകാരെ ഇതാ നമ്മൾ ചിക്കൻ കണ്ട ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇടക്ക് വന്നിട്ട് ഒന്ന് ഇതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നല്ലപോലെ ഇതൊന്ന് തിളവന്ന് കഴിഞ്ഞാൽ നമുക്ക് സിമ്മിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ സിമ്മിൽ കിടന്നിട്ട് നല്ലോണം വെന്ത് വരണം. ഇത് അപ്പോഴാണ് അതിൻ്റെ റെഡിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതൊന്ന് വേവട്ടെ. കൂട്ടുകാരെ നമ്മളെ ചിക്കൻ കണ്ടോ ഏകദേശം വറ്റി വരുന്നുണ്ട്. ഇത് ഫുള്ള് നല്ലോണം വറ്റി വരണം, നല്ല ഡ്രൈ ആയി കിട്ടണം നമുക്ക്. എന്നിട്ടാണ് ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത്. അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞു തരാം. ആ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ ഇത് കാണാനേ ഇത് മൂടി വെച്ചിട്ടുണ്ട്.
അപ്പം നമുക്ക് ഇതൊന്ന് വറ്റി വന്നിട്ട് കാണാം. അപ്പോൾ കൂട്ടുകാരെ നമുക്കിനി പൊരിച്ച ഉള്ളി നമുക്ക് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ആയിട്ട് ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ പെരട്ട് ഇത് റെഡി ആയിട്ടുണ്ടാവും. നമുക്ക് ഉള്ളിയെല്ലിട്ട് ഒന്ന് തുറന്ന് നോക്കാം. അടിപൊളി, ആഹാ സൂപ്പർ സ്മെല്ല് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ ലാസ്റ്റ് ഐറ്റം. അരമുറി തേങ്ങേൻ്റെ ആദ്യ കട്ടിപ്പാലാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഒരു 5-7 മിനിറ്റ് കൊണ്ട് ഇതങ്ങ് വറ്റും. എന്നിട്ട് കാണാം. ഇതാ മെയിൻ ടേസ്റ്റിൻ്റെ സാധനം. നല്ല അടിപൊളി മണം. തുറന്ന് നോക്കാതെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മൂടി വെക്കാം. അടിപൊളി. അപ്പോൾ നമ്മളെ നാടൻ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതേപോലെ നമ്മളെ വീട്ടിലുള്ള സാധനം തന്നെ മതി ഇത് ഉണ്ടാക്കാൻ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ബൈ.